സംസ്ഥാനത്ത് ആശങ്കയായി വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി ഉപയോഗം. കൊച്ചിയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള പണത്തിനായി കുട്ടികൾ മോഷണം പതിവാക്കിയിരിക്കുകയാണ്. ബൈക്കുകൾ ഉൾപ്പെടെ മോഷ്ടിച്ച് വിറ്റ് ലഹരി എത്തിച്ച് വിൽപ്പന നടത്തുകയാണ് 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ. മോഷണ ദൃശ്യങ്ങളും ശബ്ദ സന്ദേശവും ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഡാർക്ക് വെബ് വഴിയുള്ള ലഹരിക്കടത്ത് വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകൾ. അതൊക്കെ എന്ത് വച്ചാല് നമ്മൾ ചെയ്യാമെന്നറിയാം. എന്താ പൊട്ടനായിരുന്നു ബൈക്ക് മോഷ്ടിക്കാൻ അറിഞ്ഞോടെ പണി വരുമെന്ന്. ഏതിലൊക്കെ ക്യാമറയെ പോക്കോടാ. എങ്ങനെ ഓടിയെന്ന് ക്യാമറയെ കൂടെ പിടിച്ചാണോ? എങ്ങനെ എനിക്ക് അടിക്കാനുള്ള സെയിലാക്കാൻ വേണ്ടിയിട്ടോ. ബംഗാൾ, ആന്ധ്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി എത്തിച്ച് വിൽപ്പന നടത്തുന്നതിനുള്ള പണം കണ്ടെത്തുകയാണ് ഈ കുട്ടികൾ. മോഷണമാണ് പണം കണ്ടെത്താൻ അവർ തിരഞ്ഞെടുത്ത മാർഗം. മോഷ്ടിക്കുന്നതിലേറെയും ഇരുചക്ര വാഹനങ്ങൾ. മോഷണം നടത്തിയ ശേഷം ഇരുചക്ര വാഹനങ്ങൾ പാർട്സുകളാക്കി വിൽക്കുന്നതിന് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലേക്ക് പോസ്റ്റ് ചെയ്യും. കേട്ടുകേൾവിയില്ലാത്ത ലഹരി മരുന്നുകളാണ് കുട്ടികളുടെ കൈകളിൽ എത്തുന്നതിൽ ഏറെയും. അതിനായി ഡാർക്ക് വെബിന്റെ സഹായവും ഇവർ തേടുന്നുണ്ട്. ഇടപാടുകൾക്ക് ശേഷം വെബ്സൈറ്റുകൾ അപ്രത്യക്ഷമാവുകയാണ്. സംസ്ഥാനത്ത് എയർ പാഴ്സൽ വഴിയുള്ള ലഹരികടത്ത് വർദ്ധിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ 5 മാസത്തിനിടെ 7 കേസുകളാണ് ഇതുപ്രകാരം രേഖപ്പെടുത്തിയത്. ഇതിൽ 3 കേസുകളും എടുത്തത് കഴിഞ്ഞ 2 ദിവസത്തിനിടെയാണ്. MDMA, ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവ പിടിക്കുന്നുണ്ടെങ്കിലും പ്രതികളെ പിടികൂടാൻ കഴിയുന്നില്ല. അതിനു കാരണം പാഴ്സലുകൾ എത്തുന്നതെല്ലാം വ്യാജ വിലാസത്തിലാണ്. പണി എന്ന വാട്സപ്പ് കൂട്ടായ്മയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളേറെയും പുറത്തുവിടാൻ കഴിയാത്തതാണ്. ഈ ദൃശ്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതും അത് പകർത്തുന്നതും 16 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളും. കൊച്ചിയിലെ ലഹരിമരുന്ന് മാഫിയയെ നിയന്ത്രിക്കുന്നത് ഇവരാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.